നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നു മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങുകയാണ്. ഓർഡിനറി ബസ്സുകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ സൗജന്യമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് കൊടുത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുമോ? ഇപ്പോൾ തന്നെ കുടിശ്ശികയായ 3000 രൂപ എന്ന് മുതലായിരിക്കും ലഭിക്കുക? ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ നൽകേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി വെക്കുക. നമുക്കറിയാം, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതി കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ചത്. 2-3 മാസത്തെ കൊടുത്തോടു കൂടി തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അത് നിർത്തലാക്കിയെന്ന് പല രൂപത്തിലുള്ള ന്യൂസുകളും കാണുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി നിർത്തലാക്കിയെന്നോ തുടരുമെന്നോ സർക്കാർ ഇതുവരെയും അറിയിച്ചിട്ടില്ല. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇതുമുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഈ മാസം 19-ാം തീയതിയാണ് പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം. ഈ ഒരു ബജറ്റ് അവതരണത്തിൽ ഇക്കാര്യം സർക്കാർ പ്രഖ്യാപിക്കുമെന്നും അതിനുശേഷം കുടിശ്ശിക പെൻഷൻ അടക്കമുള്ള കാര്യം ലഭിക്കുമെന്നും തന്നെയാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്തായി നടന്നുകൊണ്ട് തന്നെ ഒരുപാട് അനർഹമായിട്ടുള്ള അപേക്ഷകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിലെല്ലാം ഒരു പരിശോധന നടത്തിയ ശേഷമായിരിക്കും പുതിയ പെൻഷൻ പദ്ധതി ഉണ്ടായിരിക്കുക. ഒരുപാട് ആളുകൾ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിമാറ്റി ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറ്റി അപേക്ഷ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നിലവിൽ റേഷൻ കാർഡ് വെള്ള നീല കാർഡുള്ള ആളുകൾ മറ്റു കുടുംബാംഗങ്ങളുടെയും മറ്റാളുടെയും പേരിൽ റേഷൻ കാർഡിലേക്ക് പേര് വെട്ടിമാറ്റിയാണ് ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച ശേഷമായിരിക്കും പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുക. നമുക്കറിയാം, 6 മാസത്തിലധികമായി ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തെ നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡിലാണ് നമ്മുടെ പേരുണ്ടാവേണ്ടത്. അതിന് പകരം കല്യാണം കഴിഞ്ഞ ആളുകൾ ഇപ്പോഴും സ്വന്തം വീട്ടിലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് റേഷൻ കാർഡ് മാറ്റാതെ സ്വന്തം വീട്ടിൽ തന്നെ റേഷൻ കാർഡ് വെച്ച് അങ്ങനെ ഒരുപാട് അനർഹമായിട്ടുള്ള അപേക്ഷകളിൽ വന്നിട്ടുണ്ട്. അതിനെല്ലാം കുറിച്ച് അന്വേഷണം വരികയും ഈ അന്വേഷണത്തിൽ കാര്യമായ എത്ര ആളുകൾ ഒഴിവാക്കാനുണ്ടെന്ന് നോക്കിയ ശേഷമായിരിക്കും ഇങ്ങനെയുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിലവിൽ വെള്ള നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തമായി 4 ചക്ര വാഹനമില്ലാത്ത ഏതൊരാൾക്കും ഈ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ വീണ്ടും പെൻഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അനർഹമായിട്ടാണ് നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നതെങ്കിൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും വരാൻ ചാൻസ് ഉണ്ട്. നിർബന്ധമായിട്ടും റേഷൻ കാർഡ് അനർഹമായിട്ടുള്ള കാർഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ അപ്രൂവൽ ആകുകയും ഓൺലൈൻ വഴി തന്നെ നമുക്ക് റേഷൻ കാർഡ് പ്രിന്റ് എടുക്കുകയും ചെയ്യാം. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും ഈ ഒരു സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് വരെ നമുക്ക് കാത്തിരിക്കാം. 19-ാം തീയതിയാണ് ആ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.